നിങ്ങൾ സമർത്ഥരായി പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ആകർഷകമായ വിവിധ സ്കോളർഷിപ്പുകളാണ്. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി ഏർപ്പെടുത്തിയിരിക്കുന്ന 2 സ്കോളർഷിപ്പുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ 2 സ്കോളർഷിപ്പുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 30 ആദ്യത്തേതാണ് CBSEയുടെ ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പ്. പെൺകുട്ടികൾക്കിടയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിൽ രക്ഷിതാക്കളുടെ ശ്രമങ്ങൾ തിരിച്ചറിയുന്നതിനും മികച്ച വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും CBSE ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പാണിത്. CBSE നടത്തിയ 10ാം ക്ലാസ് പരീക്ഷയിൽ 60% അതിലധികമോ മാർക്ക് നേടി CBSEയുമായി അഫിലിയേറ്റ് ചെയ്ത സ്കൂളിൽ 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒറ്റ പെൺകുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നവംബർ 30. CBSE ബോർഡിന് കീഴിൽ 2022 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി നിലവിൽ CBSE അഫിലിയേറ്റഡ് സ്കൂളിൽ തന്നെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് അവസരം. 2021 സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് പുതുക്കാനുള്ള അപേക്ഷകളും നവംബർ 30 വരെ ഓൺലൈനായി സമർപ്പിക്കാം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ cbse.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതാത് സ്കൂളുകൾ വിദ്യാർത്ഥിനികളുടെ ഓൺലൈൻ അപേക്ഷ പരിശോധിച്ച് വിവരങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപേക്ഷകർ മാതാപിതാക്കളുടെ ഒറ്റ പെൺകുട്ടിയായിരിക്കണം. ഇന്ത്യൻ പൗരന്മാരും ട്യൂഷൻ ഫീസ് 1500 രൂപയിൽ കൂടാത്ത CBSE അഫിലിയേറ്റഡ് സ്കൂളിൽ പഠിക്കുന്നവർക്കുമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി നമുക്ക് അടുത്ത സ്കോളർഷിപ്പിനെ പരിചയപ്പെടാം. പട്ടികജാതി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പാണ് അടുത്തത്. 2022-2023 വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5, 8 ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഇതിൽ അപേക്ഷിക്കാം. മുൻ വർഷത്തെ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും B ഗ്രേഡിൽ കുറയാതെ മാർക്ക് നേടിയിരിക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 30. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയുടെ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടണം. അപ്പോൾ അർഹരായ വിദ്യാർത്ഥികൾ സമയം പാഴാക്കാതെ ഈ സ്കോളർഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുക. ഗുഡ് ലക്ക്.